ദേശീയപാതയിൽ ലിങ്ക് റോഡ് തെക്കുഭാഗത്തായി ഉയരപാതയുടെ പണി മുടങ്ങിയ സ്ഥലം ഷാഫി പറമ്പിൽ എംപിയും കെ രമ എംഎൽഎയും സന്ദർശിച്ചു. നിർമ്മാണ തകരാറ് മൂലം ഗർഡറുകൾ ഉപയോഗിക്കാനാവാത്ത സാഹചര്യത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെയാണ് ശനിയാഴ്ച വൈകിട്ട് ഇരുവരും സ്ഥലം സന്ദർശിച്ചത്. നിർദ്ദിഷ്ട പാതയിൽ നിന്ന് വടക്കുഭാഗത്ത് നിന്ന് 8 ഫില്ലറുകളിലായി 32 ഗർഡറുകൾ സ്ഥാപിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ലിങ്ക് റോഡിന് തെക്കുഭാഗത്ത് പണി തുടങ്ങിയപ്പോഴാണ് തൂണിൽ ഉറപ്പിക്കാൻ പാകത്തിലുള്ള ഗർഡറുകൾ വാർത്തതെന്ന് മനസ്സിലായത്. ഇതോടെ പണി നിർത്തിവെക്കുകയായിരുന്നു. ദേശീയപാതയിൽ ഈ വിഷയമടക്കം നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെയും ദേശീയപാത അതോറിറ്റി ഉയർന്ന ഉദ്യോഗസ്ഥരെയും കാര്യങ്ങൾ ധരിപ്പിക്കുമെന്ന് ഷാഫി പറമ്പിൽ എംപി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അഴിയൂർ മുതൽ മൂരാട് വരെയുള്ള ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ അപാകതകളെക്കുറിച്ച് ധരിപ്പിച്ചെങ്കിലും ഇവിടെ ജനങ്ങളുടെ പ്രക്ഷോഭം നടക്കുന്നുവെന്ന് വിചിത്രവാദമാണ് വകുപ്പ് മേധാവികൾ മന്ത്രിയെ ധരിപ്പിച്ചത്. എന്നാൽ ഒരിടത്തും പ്രക്ഷോഭം നടക്കുന്നില്ല എന്നും ജനങ്ങളുടെ പ്രയാസങ്ങൾ ഞാനും എംഎൽഎ കെ രമയും അറിയിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ഫലപ്രദമായ പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന് ഷാഫി പറഞ്ഞു. മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലും എംഎൽഎയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാദേശിക പൊതുപ്രവർത്തകരും സൂചിപ്പിച്ച കാര്യങ്ങളെ കൊണ്ടുമാണ് സൈറ്റ് സന്ദർശിച്ചത്. അപ്പോൾ സൈറ്റിൽ വെച്ചിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ നൽകുന്നതിനുണ്ട് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കാണുന്നില്ല. ഞാൻ പ്രൊജക്ട് ഡയറക്ടറുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഈ ഒരു സൈറ്റിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് അവരുടെ ശ്രദ്ധയിലേക്ക് ആരും പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വന്ന വാർത്തകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്, അവർക്ക് അയച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എന്താണ് പാളിച്ച വന്നിട്ടുള്ളതിനെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ വിവരം തരണം എന്നുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ട്. ആ വിവരം അല്പസമയം കൊണ്ട് തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ലഭിക്കുന്നതിനനുസരിച്ച് തുടർ നടപടികൾ ആവശ്യപ്പെടും. കഴിഞ്ഞ ദിവസവും നിതിൻ ഗഡ്കരി മിനിസ്റ്റർ നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഈ അറ്റം മുതൽ നമ്മുടെ സ്ട്രെച്ചിലെ മുഴുവൻ പ്രശ്നങ്ങളും ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആറോ തലത്തിൽ വടകരയിൽ വെച്ച് അടിയന്തരമായിട്ട് അല്ലെങ്കിൽ കോഴിക്കോട് വെച്ച് അടിയന്തരമായിട്ടുള്ള യോഗം വേണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ യോഗം ആവശ്യപ്പെട്ട സമയത്ത് മുമ്പ് കൊടുത്ത നിവേദനങ്ങളുടെ റിപ്പോർട്ടുകൾ അവിടെ വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിൽ പലതിൻ്റെയും പണി വൈകുന്നതിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ജനകീയ പ്രക്ഷോഭങ്ങളാണ്. ജനകീയ പ്രക്ഷോഭങ്ങൾ കാരണം പണി വൈകുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇവിടെ ഇപ്പം പ്രക്ഷോഭങ്ങളൊന്നും ആസ് ഓഫ് സച്ച് എല്ലായിടത്തും നടക്കുന്നൊന്നുമില്ല. വടകര ഗർഡർ വിഷയം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് പ്രൊജക്ട് ഡയറക്ടർ പറഞ്ഞതായും എംപി പറഞ്ഞു. ഇക്കാര്യത്തിൽ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇവരോടൊപ്പം UDF നേതാക്കളായ PK ഹബീബ്, VK പ്രേമൻ, PS രഞ്ജിത്ത് കുമാർ, പ്രദീപ് ചോമ്പാല, ശ്രീധേഷ് TP എന്നിവർ ഉണ്ടായിരുന്നു.